ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞായറാഴ്ച ഉണ്ണിക്കുട്ടൻ അബാക്കസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നേ. അപ്പോൾ തിരിച്ച് വരുന്നവർ ട്രെൻഡ്സിൽ കയറാമെന്ന് നോക്കി അങ്ങനെ നമ്മൾ ട്രെൻഡ്സിൽ കയറി. കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നു ഈ ട്രെൻഡ്സിൽ 70% ഓഫർ എന്തായി കാണിക്കുന്നത്, എന്താണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അകത്ത് പോയിട്ട്. അങ്ങനെ നമ്മൾ ട്രെൻഡ്സിൽ കയറി. അതുപോലെ ഉണ്ണിക്കുട്ടൻ നെക്സ്റ്റ് വീക്ക് ഒരു അബാക്കസിൻ്റെ എക്സാം ഉണ്ട് എറണാകുളത്ത് വെച്ച്. അപ്പോൾ അതിനെ കൂടി ചെറിയൊരു പർച്ചേസിങ് ചെയ്യണമായിരുന്നു. അങ്ങനെ എന്നാൽ പിന്നെ ട്രെൻഡ്സിൽ തന്നെ കയറാം, എന്താണ് ഈ 70% ഓഫർ എന്നറിയാനൂടായിരുന്നു. ഈ 1000 റുപ്പീസിൻ്റെ സാധനം 300 രൂപയ്ക്ക് കിട്ടുമെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് കയറിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അകത്ത് കയറി കളക്ഷൻസൊക്കെ നോക്കി. 70% 50% ഓഫറുള്ള ടോപ്സും ജീൻസും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടതൊന്നും എൻ്റെ സൈസ് കിട്ടിയില്ല. കാരണം ഒരു മിനിമം സൈസ് വെച്ച് ഒക്കെ മീൻസ് ലാർജ്, മീഡിയം, എക്സൽ അങ്ങനെയുള്ള സ്മോള്, പക്ഷേ എനിക്ക് എൻ്റെ സൈസിനുള്ളത് അങ്ങനെ കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെ ആ ഒരു സൈസ്, എൻ്റെ സൈസ് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ തപ്പി നടന്ന് ഒന്നും ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. അവസാനം അവിടെ എല്ലാം നോക്കിയപ്പം സൈഡിൽ കുറച്ച് ഡ്രസ്സ്, കുറച്ച് ഫോർമൽസ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു ഷർട്ടും പിന്നെ ഒരു എന്തായിരുന്നു ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പ് പാൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും പോയിട്ട് അകത്ത് പോയി ട്രയൽ ചെയ്ത് തിരിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് അത് ഓഫറിലുള്ള സാധനമേ അല്ല. അങ്ങനെ ഞാൻ എന്തായാലും നമ്മൾ ഫോർമൽ ഡ്രസ്സ് അങ്ങനെ ഇടാറില്ല. എവിടെയെങ്കിലും അങ്ങനെ പുറത്ത് പോകും എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഇടാറുള്ളൂ. അതേതായിരുന്നു ഫോർമൽ ഡ്രസ്സ് നോക്കിയത്. ഓഫറില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ അത് തിരിച്ചു വെച്ചു. കാരണം നമുക്ക് അങ്ങനെ യൂസ് വരുന്നില്ല. പിന്നെ കുറച്ചുകൂടെ തരാൻ നടന്നപ്പോൾ അവിടെ ഓഫറിൽ തന്നെ എനിക്ക് ഈ ഒരു ഷർട്ടും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ജീൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പിള്ളേരുടെ സെക്ഷനാണ് പോയത്. മോനാണെങ്കിൽ ടീഷർട്ട് 2-3 ടീഷർട്ട് ഞങ്ങളെടുത്തു. അതും ടീഷർട്ട്സ് ആണെങ്കിൽ ഓഫറില്ലാത്ത അടുത്തുനിന്നാണ് നമ്മൾ 2-3 എടുത്തത്. അറിഞ്ഞില്ല ഓഫർ ഇല്ലാത്തതാണെന്ന്. അങ്ങനെ അവൻ പോയിട്ട് ട്രയൽ ചെയ്തു. അമ്മ എനിക്കിത് 3 അവനെടുത്തു. എന്നിട്ട് പറഞ്ഞ അമ്മ എനിക്ക് 3 ഇഷ്ടപ്പെട്ടു, 3 എടുക്കാൻ ഞാൻ പറ്റത്തില്ല, നമുക്കൊന്നും എടുത്താൽ മതി എന്നാണ്. കാരണം ഇതിന് ഓഫറും ഇല്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇട്ടത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് അതെടുത്തില്ല. ഇത് കണ്ടോ, ഇത് ഓവർ സൈസ് ടീഷർട്ടാണ്, അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അതും എടുത്തു. പിന്നെ ഒരു ട്രൗസർ ടൈപ്പ് ഒരു ഇതും എടുത്തു അവന്. അങ്ങനെ അവന് ടീഷർട്ടിന് ഓഫർ കിട്ടില്ല, പക്ഷേ ട്രൗസറിന് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗേൾസിൻ്റെ സെക്ഷനിലോട്ടാണ് വന്നത്. ഗേൾസിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ ബൈ ടു ഗെറ്റ് ടു ഫ്രീ, 2 എടുത്തിട്ട് 2 അതിൽ ഫ്രീ എടുക്കാമെന്ന്. കോസ്റ്റോ അപാരം. അങ്ങനെ പിന്നെ അവൾക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ടോപ്പും ഒരു പാൻറ്റും എടുത്തു. അതിൻ്റെ കൂടെ പിന്നെ വേറൊരു ടോപ്പും പാൻറ്റും കൂടെ എടുത്തു. അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാവേ. ഈ 2 ടോപ്പും ഷോർട്ട്സുമാണ് എടുത്തത്. എനിക്ക് അവിടെ സൈസിൽ കിട്ടിയില്ല, അതിലും കുറച്ച് വലുതാണ് കിട്ടിയത്. അതിന് സൈസ് ആക്കണം. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് ഇത്രയേ ഉള്ളൂ. 70% ആണ്. നമുക്ക് 70% ഓഫറില്ല. അതുപോലെ തന്നെ നമുക്ക് മീൻസ് ചൂസ് ചെയ്യാനുള്ളൊരിതുമില്ല. കാരണം ഇപ്പോൾ സൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രസ്സാണെങ്കിലും ഒരു സൈഡിൽ അവർ ഓഫറുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള മീൻസ് പാൻറ്റ് അല്ലെങ്കിൽ ടോപ്പ് എടുക്കേണ്ടത് നമ്മൾ ഓഫറില്ലാത്ത സെക്ഷനിൽ നിന്നായിരിക്കും. കാരണം അതാണ് അവരൊരു സ്ട്രാറ്റജി വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. കുറച്ച് ഭാഗം ഓഫറുള്ള സ്ഥലത്ത് നിന്നും എടുക്കുക. അതിന് സൈസില്ലാത്തത് നമുക്കിപ്പം പാൻറ്റ് കിട്ടിയില്ലെങ്കിൽ അത് ഓഫറില്ലാത്ത സ്ഥലത്തു നിന്നും പിന്നെ ഇത് ബാക്കി നമുക്ക് ഓഫറുള്ള, അങ്ങനെ 2 സെക്ഷനായിട്ട് എന്തോ ആണ് വെച്ചേക്കുന്നത്. കാരണം അവരുടെ സെയിൽ നടക്കണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കൂടെ പിറക്കി വാരി 70% ഓഫറൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. 50% അതും അത്യാവശ്യം നോർമൽ ഇവരുടെ റേറ്റ് തന്നെയാണ്. കുറച്ച് റേറ്റിൽ അതിൽ ഡിസ്കൗണ്ട് അങ്ങനെയൊന്നുമല്ല, അവരുടെ നോർമലുള്ള റേറ്റിൽ തന്നെ ആ ഒരു റേറ്റിൽ തന്നെ മീൻസ് അവർ ഓഫർ ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ ഓക്കെ, ജസ്റ്റ് ഒരു 50% ഓക്കെയാണ്. ഒരുപാട് കൂടുതൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്തതല്ല. ചിലരത് കാണുമല്ലോ, 2000 റേറ്റ് ഇട്ടിട്ട് 50% ഇട്ടിട്ട് 1000 റുപ്പീസിന് വെക്കുന്നത്. അങ്ങനെയല്ല, അവരുടെ എന്താണോ റേറ്റ് ആ ഒരു റേറ്റിൽ ഒരു ഓഫേഴ്സ് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ കളക്ഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഓഫറുള്ള ഒരു സെക്ഷന്, അതിൻ്റെ ബാക്കി പാർട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഓഫറില്ലാത്ത സെക്ഷനിൽ നിന്നൊക്കെ കറക്റ്റ് സൈസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കേണ്ടി വരും. കാരണം ഞാൻ അങ്ങനെയാണ് എടുത്തത്. മീൻസ് എനിക്ക് ടോപ്പ് എടുത്തത് ഓഫറിൽ നിന്നും, ജീൻസ് എടുത്തത് അല്ലാതെ. അതുപോലെ മോനാണെങ്കിലും ടീഷർട്ട് എടുത്തത് അല്ലാതെ ഇതും പിന്നെ ട്രൗസർ എടുത്തത് ഓഫറിൽ നിന്നും അങ്ങനെയാണ് ചെയ്തത്. അതുപോലെ മോഡൽ ഞാൻ ഓൾറെഡി പറഞ്ഞാണ് എങ്ങനെയായിരുന്നു അവർ അതിൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ചതെന്ന്. പുറത്തെഴുതി വെച്ചേക്കുന്ന പോലെ എല്ലാത്തിനും 70% ഓഫറില്ല, പക്ഷേ ചിലതിനൊക്കെ
നമുക്ക് 70% ഓഫറുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതിൽ 70% ഓഫറൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ട്രെൻഡ്സിൽ ഓക്കെയാണ്, അത്യാവശ്യം ഓക്കെയാണ്, ഒരുപാടങ്ങില്ലെങ്കിലും നമുക്ക് ഓക്കെയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓഫർ തീരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കൊണ്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.